മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുണ്ടാവും, നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവും. സ്വാഭാവികം. എൻ്റെ മൊബൈൽ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവും. അപ്പോൾ ഈ നന്മയുടെയും തിന്മയുടെയും രണ്ട് ഉദാഹരണങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. നന്മയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ദീപ്തി ടീച്ചർ. അല്ലേ, ഞാൻ അമ്മളുടെ വീഡിയോസ് ആദ്യം തൊട്ടേ കാണാറുണ്ട്. എല്ലാ വീഡിയോസും കുട്ടിയുടെ ജീവിതാനുഭവങ്ങളാണ് ഷെയർ ചെയ്തത്, അല്ലാതെ മറ്റൊരു കാര്യം മോൾക്ക് പറയാനില്ല. അവിടെ ഒരു ആദിവാസി ഊരുണ്ട്, അവിടെയുള്ള പ്രവൃത്തികളും ഈ മോള് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വീഡിയോസായിട്ട് കുട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടി, അതായത് ആദ്യം ഒരു രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയി, പിന്നെ വിവാഹിതയായപ്പോൾ ആ ഭർത്താവിൻ്റെ പീഡനവും മദ്യപാനവും, അങ്ങനെ അതിൽ നിന്ന് മാറി സ്വന്തം വീട്ടിലേക്ക് വന്ന് താമസിക്കുകയും കുറേ കാലം അങ്ങോരുടെ ഭീഷണിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പേടിച്ച് തള്ളി നീക്കിയ കുറേ കാലങ്ങൾ. ഇപ്പോൾ മോള് രണ്ടാമതും വിവാഹിതയായിരിക്കുകയാണ്. എല്ലാവിധ വിവാഹ മംഗളാശംസകളും ഞാൻ ഈ സമയത്ത് ആശംസിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഇത് മതി, എന്തെങ്കിലും ഒരു നല്ല കയ്യൊപ്പ് സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മളെന്നൊന്നും ഉണ്ടാവില്ല. നമുക്കൊരു കാലയളവുണ്ട്, അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് ടാറ്റ പറഞ്ഞ് പോകേണ്ടി വരും. നമ്മൾ ടാറ്റ പറഞ്ഞ് പോയാലും ഇങ്ങനൊരു കയ്യൊപ്പ് ഇവിടെ ഉള്ളത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത്. ഒരു നന്മ എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യാൻ പറ്റിയിട്ട് ഇവിടുന്ന് പോയാൽ എത്ര നല്ലതാണ്. അപ്പോൾ നന്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ഒരു തിന്മയെക്കുറിച്ചും കൂടി പറയാം. അയ്യോ, എന്തോരം ചീത്തയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടണമെന്ന് അറിയാമോ? എന്തിനാണ് ഇങ്ങനെ ചീത്തയാക്കാൻ വേണ്ടി തന്നെ ഒരു ജന്മം? നന്മ ചെയ്യാത്തത് കൊണ്ടാണ്, തിന്മ ചെയ്യുന്നത് കൊണ്ടാണ് ചീത്ത കേൾക്കുന്നത് ആളുകളുടെ കയ്യിൽ നിന്ന്, അല്ലേ? എന്തിനാ അങ്ങനെ ചീത്ത കേൾക്കണത്? മോശക്കേട്. ആരാന്നറിയോ? ഈ ടീച്ചറുടെ വീഡിയോയുടെ കീഴിൽ, അതേപോലെ പല യൂട്യൂബർമാരുടെ വീഡിയോസിൻ്റെ കീഴിൽ വന്നിട്ട് പരദൂഷണങ്ങൾ എഴുതിയിടും. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചുമ്മാ എഴുതി പിടിപ്പിക്കുന്ന ഒരു സാധനം. റാണി എന്നാണ് പേര്. അത്യാവശ്യം യൂട്യൂബ് കൈകാര്യം ചെയ്യുന്ന വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ ഈ റാണിയെ കൂടി പരിചയമുണ്ടാവും. അത്ര നല്ല കുപ്രസിദ്ധി എന്ന് പറയും ഇപ്പോൾ നേടിയ ഒരാളാണ് ഈ റാണി. റാണിക്ക് വേറെ ഒരു പണിയിലാണ്. ഇതുപോലെ ഒരു യൂട്യൂബർ ഫാമിലിയെക്കുറിച്ച് അധിക്ഷേപിച്ചിട്ട്, ഒരു രോഗാവസ്ഥയെക്കുറിച്ചിട്ട് വേണ്ടാതീനം എഴുതി വിട്ടിട്ട് അവർ വീട്ടിൽ ചെന്നു. അവിടെ റാണിയുടെ മോളുണ്ട്. വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അവർക്കാകെ വിഷമായി. അവർ നേരെ റാണി ജോലി ചെയ്യുന്ന കടയിലേക്ക് എത്തി. ഒരു പലചരക്ക് കടയാണ്. അവിടെ ചെന്നു, റാണിയെ കണ്ടു. 1 കിലോ അരി ചോദിച്ചു. റാണിക്ക് ഇവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. റാണിക്ക് എന്താ ചെയ്യണ്ടേ? യാതൊരു പിടുത്തല്ലണ്ടേ, ബെബ്ബ വെച്ച് നടക്കണ റാണി. ഇതിൻ്റെ ആവശ്യം വല്ലതുകൊണ്ടോ? ആരെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിലിട്ടാൽ അത് കാണാൻ പറ്റിയാൽ കാണും. ചുമ്മാ അതിൻ്റെ അടിച്ചെന്ന് വേണ്ടാതിന് എഴുതേണ്ട കാര്യം ഉണ്ടോ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ആൾക്കാർ തേടി വന്നിട്ട് ചീത്ത പറയണത്. ഇങ്ങനെയുണ്ട് ചില കുരിപ്പുകൾ, ചില ദുഷിച്ച ജന്മങ്ങൾ. ഒരാളെക്കുറിച്ച് നന്മ പറയാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, തിന്മ പറയാതിരിക്കുക. അയ്യോ, ആ ദീപ്തി ടീച്ചറുടെ വീഡിയോസിൻ്റെ താഴെ ചെയ്തിരിക്കുന്ന കമൻറ്റുകളുണ്ടല്ലോ, എത്ര മോശമായിട്ടാണ് ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കഷ്ടം. ഇതാണ് ഞാനിപ്പോൾ പ്രത്യക്ഷത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു നന്മയും ഒരു തിന്മയും. ഇപ്പോൾ ഒരു ശരത്ത് എന്ന് പറഞ്ഞ ഒരു മോൻ, മൂപ്പൻ ചാനൽ, ആ മോൻ വെല്ലുവിളിച്ചിരിക്കുക. ആ മോൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് എന്തെങ്കിലും ഒരു വൃത്തികേട് ഒന്ന് എഴുതി പിടിപ്പിക്കാവോ എന്ന് ചോദിച്ച കണക്ക് ഒരു യാചനയാണ്. എന്നിട്ട് വേണം റാണിക്കുള്ള പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. റാണി ഒന്ന് ചെന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് എഴുതിയിട്ടു കേട്ടോ. ഞങ്ങൾക്കൊക്കെ അടുത്ത കണ്ടൻറ്റ് അതാവട്ടെ.
മോശം മോശം. ഇതാ ഞാൻ പറയണത്, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും പോകും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. ഇപ്പം എന്ന് തോന്നുന്ന മനുഷ്യൻ്റെ ആയുസ് തന്നെ ശരാശരി 60 വയസ്സിലേക്ക് എത്തി നിൽക്കുക. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 55 വയസ്സ് ഇപ്പം തന്നെ റാണിക്കുണ്ട്. ഇനി എത്ര നാളുണ്ടാവും നമ്മളിവിടെ? എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിയാറായി നീ. ആ സമയത്തെങ്കിലും വായിൽ നിന്ന് വരുന്നത്, മനസ്സിലുണ്ടാവുന്നത് നന്മയാവട്ടെ, മറ്റൊരാളെക്കുറിച്ചുള്ള തിന്മയാവാതിരിക്കട്ടെ. എന്തിനാ വെറുതെ ആൾക്കാരുടെ വായിൽ നിന്ന് ചീത്ത കേൾക്കുന്നത്? നല്ല രീതിയിൽ ഇനിയെങ്കിലും ജീവിക്കാൻ നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായിട്ട് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചൊന്ന് കമൻറ്റായിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ലൈക്കും തരണേ.